പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ പ്രശ്നങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ LDCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹോൾ ടിക്കറ്റിന്റെ ഇഷ്യൂ ആണ്. നിങ്ങൾ അറിഞ്ഞതാണ്, നേരിട്ട് നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾ അറിഞ്ഞതാണ്, ഹോൾ ടിക്കറ്റ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്നലെ പലർക്കും പ്രൊഫൈലിൽ കയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തതുകൊണ്ടുള്ള സൈറ്റ് ബ്ലോക്ക് ആയതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യം, ഇത് നാളെയോ മറ്റന്നാളോ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം അങ്ങ് സോൾവ് ആവും, അല്ലെങ്കിൽ അത് PSC തന്നെ അറിയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചുറ്റും ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മണ്ണിടിച്ചിലും വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്നതും ബസിന്റെ മുകളിൽ കൂടി മരം വീഴുന്നതും ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് പല ജില്ലകളിലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടും സ്വന്തം ജില്ലയിൽ പരീക്ഷ എഴുതി സ്വന്തം ജില്ലയിൽ എവിടെ വേണമെന്നുള്ളൊരു കോളം കൂടി നമുക്കറിയാം. ഇപ്പൊ ജില്ലയിൽ ഇപ്പൊ നമ്മൾ വെക്കുകയാണ്, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതണം, തിരുവനന്തപുരം ജില്ലയിൽ ഏത് സ്ഥലത്ത് പരീക്ഷ എഴുതണമെന്ന് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അലോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് അപ്ലൈ കൊടുത്തത്, അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തത്. എന്നിട്ടും ഹോൾ ടിക്കറ്റ് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലക്കാർക്ക് പരീക്ഷാ സെന്റർ വന്നിട്ടുള്ളത് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇടുക്കിയും കാസർഗോഡും വയനാടും ഒക്കെ കൊണ്ടിടും. അപ്പോഴത്തേക്കും ഈ മഴയത്ത്, പ്രത്യേകിച്ച് ഈ മഴയും പല ജില്ലകളിൽ പക്ഷിപ്പനിയും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും, മണ്ണിടിച്ചിൽ പോലുള്ള ഇത്രയും പ്രശ്നങ്ങൾ നടത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇതുപോലുള്ള പ്രശ്നബാധിത ജില്ലകളിൽ തന്നെ കൊണ്ട് എന്ത് ചെയ്യണം, പരീക്ഷ എഴുതാനായിട്ട് ഇടണം. അപ്പോൾ ഞാൻ ഒരു ജില്ലയും മോശം പറയുന്നതല്ല, എന്നിരുന്നാലും എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജില്ല വിട്ടിട്ട് പരീക്ഷ എഴുതാനായിട്ടുള്ള സെന്റർ അലോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ജില്ല അലോട്ട് ചെയ്താൽ നമുക്ക് ആ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്തില് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ അറ്റ്ലീസ്റ്റ് കൊല്ലം ബോർഡറിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഹോൾ ടിക്കറ്റ് വരുമ്പോഴത്തേക്കും അതിനകത്ത് സ്ഥലം കിട്ടുന്നതാണ്. അതും പ്രശ്നമില്ല. അതും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തവർക്ക് കിട്ടുന്ന എവിടെയൊക്കെയാണ്, കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ടയൊക്കെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മളിനി തലേ ദിവസം രാത്രി ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അവിടെ പോയിട്ട് ഇനി വല്ല സ്കൂൾ വരാന്തയിലോ കടവരാന്തയിലോ കയറി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെയാണ്. അതോ ഇനിയിപ്പോൾ KSRTCയും അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ നഷ്ടമായതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയൊക്കെ ആയിട്ട് ഇനി വല്ല ജോയിന്റ് മിഷനിലാണോ ഇനിയിപ്പോൾ KSRTC ഈ പറയുന്ന ശനിയാഴ്ചകളിൽ PSC പരീക്ഷയൊക്കെ നടത്തിക്കൊണ്ട് ഈ പറയുന്ന കണക്കിൽ എന്താണ് KSRTCയൊക്കെ ഇനി രക്ഷപ്പെടുത്താനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യത്തിലും സംശയമില്ലാതില്ല. അപ്പോൾ എന്തൊക്കെ ആയാലും ഇത് വളരെ മോശം പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതൊക്കെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന കണക്കിന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് മൊത്തത്തിൽ അങ്ങ് അലോട്ട് ചെയ്യുക. അല്ലാതെ എല്ലാ ശനിയാഴ്ചയും ഈ പറയുന്ന കണക്കിന് ഇതിപ്പം LDCയുടെ കാര്യം ഇപ്പം ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ ഒരുപാട് പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെയാണോ? ഇന്നലെ ഇവിടെ ആംബുലൻസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ, ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിന് തലേ ദിവസം രാത്രി എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ വീഡിയോ ഒന്ന് കിടക്കുകയാണ്. കാര്യം എന്താണെന്നറിയാമോ, പുള്ളിക്കാരൻ്റെ വീട് ഇവിടെ അല്ല, പുള്ളിക്കാരൻ്റെ വീട് വരുന്നത് കോട്ടയത്താണ് വീട് വരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ എക്സാം സെന്റർ ഇട്ട് കൊടുത്തത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിനടുത്താണ് ഇട്ട് കൊടുത്തത്. പുള്ളിക്കാരൻ തലേദിവസം എൻ്റെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്തിട്ടാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ അത്രയും പ്രശ്നത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഹോൾ ടിക്കറ്റിന് അറേഞ്ച്മെന്റ് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പരിപാടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം. അതിപ്പോൾ നിങ്ങൾ അറിഞ്ഞതാണ്, നമുക്ക് ആ വാർത്തയിൽ കാണാനായിട്ട് ഞാൻ ഈ ചുറ്റിവിട്ടേക്കുന്നത് തന്നെയാണ്. പല ജില്ലകളിലും ഇപ്പോൾ നിലവിൽ റെഡ് അലേർട്ട് വന്നിട്ടുണ്ട്, പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്, അതുപോലെ തന്നെ പല ജില്ലകളിലും യെല്ലോ അലേർട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരുന്നതിന് കേരള PSCയോട് എന്തായാലും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, എൻ്റെയും ഉദ്യോഗാർത്ഥി സമൂഹത്തിന്റെ മൊത്തത്തിന്റെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പോലെ ഒരു പരീക്ഷ നടത്തുമ്പോഴത്തേക്കും 3 ഘട്ടമായിട്ട് നടത്തിയ പരീക്ഷയിൽ നിങ്ങൾ 31 ഡിലീഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ 7 എണ്ണം, സെക്കൻഡ് സ്റ്റേജിൽ 8 എണ്ണം, മൂന്നാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതിയവർക്ക് 16 ഡിലീഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 ചോദ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് 16 ഡിലീഷൻ വന്നൊക്കെയാണ്. 16 ഡിലീഷൻ എന്ന് പറയുമ്പോൾ ആ ഡിലീഷൻ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാണണം. ആദ്യത്തെ 10 ചോദ്യത്തിൽ 9 ചോദ്യം ഡിലീഷൻ പോയിരിക്കുകയാണ്. ഈ പറയുന്ന 10 ചോദ്യം വച്ചുകൊണ്ടിരുന്ന ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയുടെ എത്ര സമയം കുന്നു എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. എത്ര മാർക്ക് അവൻ അല്ലാതെ വാങ്ങിച്ചെടുക്കാൻ കഴിയും എന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടത്താം, അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ PSCയിൽ ഇത് അറിഞ്ഞു കാണും നിങ്ങൾ, നമ്മുടെ പോലീസിന്റെ കേസിൽ PSCയിൽ ഗുരുതര വീഴ്ച, റാങ്ക് പട്ടികയിൽ 12 പേരെ തിരികെ കയറ്റി, 3 മാസത്തിന് ശേഷം അവരെ പുറത്താക്കി, 12 പേരും അതിൽ കായികക്ഷമത പരീക്ഷ പാസ്സായി. റീമെഷർമെന്റ് PSC അംഗത്തിന്റെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. പെശക് സംഭവിച്ചെന്ന് PSC നടപടിയെടുക്കാതെ PSC. എന്തുവാടേ നടക്കുന്നത് ഇവിടെ? ഇതെന്തുവാ ഈ സിനിമയിലൊക്കെ പറയും പോലെ വെള്ളരിക്കാ പട്ടണം വല്ലതും ആണോ? അല്ലല്ലോ.
നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പരീക്ഷ എഴുതിയെടുക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് പോലീസ് പോലുള്ളൊരു പരീക്ഷയൊക്കെ എഴുതിയെടുക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള പ്രഷറും എഫേർട്ടും എത്രത്തോളം ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ഇത്രയും വിശ്വാസമുള്ള ഒരു സംഘടന, ഒരു 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 എന്താ പറയുക, ഒരു സ്ഥാപനത്തിനെ വിശ്വാസം യോഗ്യമല്ലാതാക്കി തീർക്കരുത് ദയവ് ചെയ്ത്. കാര്യം നമ്മൾക്ക് ഇപ്പോഴും PSCയുടെ മേലെയുള്ള വിശ്വാസം പോയിട്ടില്ല. ദയവ് ചെയ്ത് അതൊരിക്കലും ഇല്ലാതാക്കി കളയരുത്. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്, ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ കാണിക്കുന്ന അനാസ്ഥ എന്ന് പറയുന്നത് വൃത്തികേടാണെന്ന് ഞാൻ പറയും, ശുദ്ധ വൃത്തികേടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പണി കിട്ടിയ ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ പണി കിട്ടിയ ഒരുപാട് പേരുണ്ട്. ഇതേ സെയിം സിറ്റുവേഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഇനി വരാൻ പോകുന്ന ജില്ലക്കാർക്കും. കൃത്യമായിട്ട് ഇത് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാനിവിടെ ആരെയും കുറ്റം പറയുന്നതല്ല, നമ്മളുടെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. നമ്മളൊരു റിക്വസ്റ്റ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ അവരവരുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പ്രശ്നങ്ങൾ ഈ പറയുന്ന എന്താണ് മഴയും വെള്ളപ്പൊക്കമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരുന്നത് വളരെ മോശമാണ്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിനിധി എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി തരാനായിട്ട് ശ്രമിക്കുക. അറിയിക്കേണ്ടവരിലേക്ക് അല്ലെങ്കിൽ എത്തിക്കേണ്ടവരിലേക്കൊക്കെ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു ദേശത്തിന് പുറത്ത് സംസാരിക്കുന്നതല്ല. ഈ പറയുന്ന ഒരുപാട് പേര് ഇതിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബേസിസിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ സംസാരിച്ചത്, ആ ഒരു രീതിയിൽ കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക. കാര്യം ഇത് അറിയേണ്ടവർ അറിയണം. ചെയ്യേണ്ട നടപടികളൊക്കെ ദയവ് ചെയ്ത് ചെയ്തു തരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.